കഴിഞ്ഞ ദിവസം മുതൽ മോളിവുഡിൽ ഏറ്റവും വലിയ ചർച്ച ദൃശ്യം എന്ന ചിത്രത്തിന്റെ 3ാം പാർട്ടിനെ കുറിച്ചാണ്. കാരണം ഈ ചിത്രത്തിന്റെ അനൗൺസ്മെന്റ് ജിത്തു ജോസഫും മോഹൻലാലും ആന്റണി പെരുമ്പാവൂരും നടത്തിയെന്നത്. അതിനുശേഷം വലിയൊരു ഫൈറ്റ് തന്നെ സോഷ്യൽ മീഡിയയിൽ ഉണ്ടായി, ബോളിവുഡും മോളിവുഡും തമ്മിൽ. ഇത്രയും മികച്ച ഒരു സംഭവം നമ്മുടെ കയ്യിൽ ഇരിക്കുമ്പോൾ അതിനെ പല ഇൻഡസ്ട്രിക്കും ഷെയർ ചെയ്യുന്ന ഒരു കൺസെപ്റ്റാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇത് പ്രേക്ഷകർക്ക് വലിയ രീതിയിലുള്ള ഒരു അഭിപ്രായ വ്യത്യാസം തന്നെ ഉണ്ടായിരിക്കുകയാണ് ഈ അവസരത്തിൽ. അതവർ പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ വാക്ക് തർക്കങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ദൃശ്യം 3ാം ഭാഗത്തെക്കുറിച്ച് പ്രചരിക്കുന്ന വാർത്തകളിൽ വ്യക്തത വരുത്തിയിരിക്കുകയാണ് സംവിധായകൻ ജിത്തു ജോസഫ്. ഇതിനുശേഷമാണ് വലിയൊരു രീതിയിലുള്ള പ്രേക്ഷക അഭിപ്രായങ്ങൾ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞത്. ഒരേ സമയം 3 ഭാഷകളിൽ സിനിമയുടെ ചിത്രീകരണം എന്നത് പ്രായോഗികമായി അസാധ്യമാണെന്ന് ജിത്തു ജോസഫ് പറഞ്ഞിരിക്കുകയാണ്. എന്നാൽ ഒരേ സമയം റിലീസ് ചെയ്യാനുള്ള സാധ്യതകൾ ചർച്ചയിലുണ്ടെന്ന് ജിത്തു ജോസഫ് വെളിപ്പെടുത്തിയിരിക്കുന്നു. ജിത്തു ജോസഫിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ഒരേ സമയം 3 ഭാഷകളിലും ചിത്രീകരണം നടക്കുമോ എന്ന് ഉറപ്പു പറയാൻ കഴിയില്ല. ഞാനിപ്പോൾ സ്ക്രിപ്റ്റ് എഴുതുന്നേ ഉള്ളൂ. എന്റെ സ്ക്രിപ്റ്റ് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് പൂർത്തിയാക്കാൻ വേണ്ടിയാണ് അവർ കാത്തിരിക്കുന്നത്. എഴുത്ത് കഴിയുമ്പോൾ ഞാൻ എന്റെ സ്ക്രിപ്റ്റ് അവർക്ക് ഷെയർ ചെയ്യും. മറ്റു ഭാഷകൾക്ക് ആവശ്യമായ ചില മാറ്റങ്ങൾ അവർക്ക് അതിൽ വരുത്തേണ്ടതുണ്ട്. ആദ്യ 2 ഭാഗങ്ങളിൽ അത്തരം മാറ്റങ്ങൾ അവർ വരുത്തിയിരുന്നു. അടിസ്ഥാന കഥ എന്റേത് തന്നെ ആയിരിക്കും. ഒരേ സമയം 3 ഭാഷകളിലും സമാന്തരമായി ഷൂട്ട് നടക്കുന്ന കാര്യം പ്രായോഗികമായി അസാധ്യമാണ്. കാരണം ലാലേട്ടന്റെ ഡേറ്റ് ഉള്ള സമയത്ത് മറ്റ് 2 ഇൻഡസ്ട്രികളിൽ ലീഡ് ആക്ടേഴ്സിന്റെ ഡേറ്റ് കിട്ടണമെന്നില്ല. പക്ഷേ ഒന്നിച്ചൊരു റിലീസ് ഡേറ്റിനെ കുറിച്ചുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. അതിന്റെ സാധ്യതകൾ ആരായുന്നുമുണ്ട്. OTTയിലൊക്കെ വന്നു കഴിയുമ്പോൾ എല്ലാവരും ഇത് കാണുമല്ലോ. അതുകൊണ്ട് മറ്റു ഭാഷകളിലെ പതിപ്പിനെ അത് ബാധിക്കും. അതുകൊണ്ട് ഒരുമിച്ചൊരു റിലീസ് പരിഗണനയിലാണ്. ചർച്ചകൾ നടക്കുന്നു. ഹിന്ദി പതിപ്പ് സംവിധാനം ചെയ്യുന്ന അഭിഷേക് പത്തക് കൊച്ചിയിൽ വന്ന് എന്നെ കണ്ടു. എപ്പോഴത്തേക്ക് സ്ക്രിപ്റ്റ് തയ്യാറാകുമെന്നും എപ്പോൾ അത് കൈമാറാൻ കഴിയുമെന്നും ചോദിച്ചു. അതിനാണ് അവർ കാത്തിരിക്കുന്നത്. സോഷ്യൽ മീഡിയയിൽ പല വാർത്തകളും വരും. അതിൽ ഒന്നും ചെയ്യാൻ കഴിയില്ലല്ലോ. ദൃശ്യം സിനിമയുടെ 3ാം ഭാഗം ഒക്ടോബറിൽ ചിത്രീകരണം തുടങ്ങും എന്ന് കഴിഞ്ഞ ദിവസം ഔദ്യോഗികമായി അറിയിച്ചിരുന്നു. ദൃശ്യം ആദ്യ ഭാഗത്തിലെ ഏറെ ശ്രദ്ധേയമായ ജോർജ് കുട്ടിയുടെ കണ്ണിന്റെ ക്ലോസപ്പ് ഷോട്ടിൽ തുടങ്ങുന്ന വീഡിയോയ്ക്കൊപ്പമാണ് ആശീർവാദ് സിനിമാസ് ഇക്കാര്യം പറഞ്ഞുകൊണ്ട് എത്തിയതും. ജിത്തു ജോസഫ്, ആന്റണി പെരുമ്പാവൂർ, മോഹൻലാൽ എന്നിവർ പരസ്പരം കൈകൊടുത്തും ആലിംഗനം ചെയ്തും സന്തോഷം പങ്കിടുന്നതിന്റെ ദൃശ്യങ്ങളും വീഡിയോയിലുണ്ട്. ഇത് പ്രേക്ഷകർക്ക് വലിയൊരു സന്തോഷമാണ് നൽകിയത്. എന്നാൽ തൊട്ടു പിന്നാലെ ഈ കാര്യം ജിത്തു ജോസഫ് പറഞ്ഞപ്പോൾ വലിയ ആശയക്കുഴപ്പത്തിലാണ് എല്ലാ ആരാധകരും. കാരണം ഇത്രയും ഗംഭീരമായ ഒരു പ്രോഡക്റ്റ് അന്യഭാഷയുമായി ഷെയർ ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കാൻ പോകുന്ന അംഗീകാരങ്ങളെല്ലാം ബോളിവുഡ് കൊണ്ടുപോകും എന്നതാണ് അവരുടെ കാര്യം. ഇപ്പോൾ തന്നെ സോഷ്യൽ മീഡിയയിൽ അങ്ങനെ ഒരു ഫൈറ്റ് നടക്കുന്നുണ്ട്. കൂടുതലും പ്രേക്ഷകർ ബോളിവുഡുകാരായതുകൊണ്ട് തന്നെ ഇത് ഞങ്ങളുടെ ചിത്രമാണ് എന്ന അവകാശവാദമാണ് അവർ പലപ്പോഴും ഉന്നയിക്കുന്നത്. നമ്മുടേതാണ് കോപ്പി എന്നാണ് അവരുടെ പറച്ചിൽ. നമ്മുടേതാണ് ഒറിജിനൽ എന്ന് പറഞ്ഞാലും അംഗീകരിച്ച് തരാനും കഴിയില്ല. കാരണം അവരുടെ സിനിമ അത്രയ്ക്ക് വലിയ ഹിറ്റാണ്. അജയ് ദേവ്ഗൺ എല്ലാവരുടെയും മനസ്സിൽ ജോർജ് കുട്ടിയായി വിലസുന്നു എന്നതൊക്കെ അവരുടെ ഏറ്റവും വലിയ വാക്കുകളായി എത്തുന്നു. ഇതിനെ കണ്ടുകൊണ്ടാണ് പല പ്രേക്ഷകരും ഇപ്പോൾ പറയുന്നത്. കാരണം ദൃശ്യം 3 എന്ന സിനിമ ബോക്സ് ഓഫീസ് മാനദണ്ഡങ്ങളെ ഒക്കെ മാറ്റിമറിക്കാൻ സാധിക്കുന്ന ഒരു ചിത്രമാണെന്ന് പണ്ട് മുതലേ ചർച്ചകളിൽ ഉള്ളതാണ്. ബോക്സ് ഓഫീസും ട്രാക്കർമാരും ഒക്കെ ഇത് പറയുന്നുണ്ട്. ദൃശ്യം 3 വന്നോട്ടെ, പല റെക്കോർഡുകൾ ഇനിയും മോഹൻലാൽ തിരുത്തി കുറിക്കുമെന്നത്. ഇനി ആ റെക്കോർഡുകൾ തിരുത്തി കുറിക്കാൻ പറ്റില്ലല്ലോ എന്ന കാര്യം കൂടി അവർ ചിന്തിച്ചു കൂട്ടുകയാണ്. ഇൻഡസ്ട്രി വലുതാക്കാനും വളർത്താനും എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ മലയാളികളും മോളിവുഡും നെഞ്ചിലേറ്റിയ വലിയ വിജയമാക്കിയ ഒരു സിനിമയെ മലയാളികളുടേത് അല്ലാതാക്കി മാറ്റിയിരിക്കുന്നു എന്ന കാര്യങ്ങളാണ് പ്രേക്ഷകർ പറയുന്നത്. മലയാളികൾ അത്രയേറെ ഇരുകൈ നീട്ടി സ്വീകരിച്ചത് കൊണ്ട് മാത്രമാണ് ദൃശ്യത്തിന് എല്ലാ നേട്ടവും ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ദൃശ്യം മലയാളത്തിൻ്റെത് മാത്രമായി മാറേണ്ടിയിരുന്നതാണ്. പക്ഷേ എന്നിട്ട് ആ സിനിമ 30 വെള്ളിക്കാശിന് വിറ്റ കണക്കുകൾ മാത്രമാണ് പിന്നെ ബാക്കി കണ്ടത്. ദൃശ്യത്തിലൂടെ മലയാളത്തിന് കിട്ടേണ്ട പല നേട്ടങ്ങളും ഇല്ലാതാക്കിയ തീരുമാനമാണ് ആശീർവാദ് ഇപ്പോഴും എടുക്കുന്നത്. ഹിന്ദിക്കാരന്റെയും തെലുങ്കിന്റെയും കാലിന്റെ ചൂട്ടിലേക്കാണ് ദൃശ്യത്തെ ആദ്യം വിറ്റുകൊടുത്തത്. ആ വിൽപ്പനയിൽ വെച്ച കരാറുകൾ പലതും മോളിവുഡിന്റെ നേട്ടങ്ങൾ ഇല്ലാതാക്കുന്നതാണ്. 2ാം ഭാഗം OTTക്ക് കൊടുത്ത് ആ ചിത്രം വെറുതെ കളഞ്ഞു എന്നതും അവർ എടുത്തു പറയുന്നു. മലയാളം ഇൻഡസ്ട്രിക്ക് ചിറക് വിരിച്ച് പറക്കാൻ കഴിയുന്ന ഒരു പ്രോഡക്റ്റിനെ മലയാളികളുടേത് അല്ലാതാക്കി കഴിഞ്ഞുവെന്ന വികാര പോസ്റ്റുകൾ പറഞ്ഞുകൊണ്ടാണ് അവർ സോഷ്യൽ മീഡിയയിൽ എത്തിയിരിക്കുന്നതും. ഇതുതന്നെയാണ് പല പ്രേക്ഷകരും പറഞ്ഞുകൊണ്ടെത്തുന്നത്. കാരണം ദൃശ്യം എന്ന സിനിമയുടെ സ്ക്രിപ്റ്റ് ഇപ്പോൾ 2 ഭാഷയിലേക്ക് ജിത്തു ജോസഫ് തന്നെ കൊടുക്കുകയാണ്, തെലുങ്കിലും ബോളിവുഡിലും. ഈ 2 ഇൻഡസ്ട്രിയും വലിയ ഇൻഡസ്ട്രികളാണ്. അപ്പോൾ ക്രെഡിറ്റ് ഫുള്ളും അവർക്കാണ് കൂടുതൽ പോകുന്നത്. മലയാളത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുകയും ഇന്റർനാഷണൽ രീതിയിൽ സഞ്ചരിക്കാതിരിക്കുകയും ചെയ്യുമ്പോൾ അതിന് വലിയൊരു അംഗീകാരം ലഭിക്കാതെ പോകും. മോഹൻലാലിന്റെ ഗംഭീര പ്രകടനം ശ്രദ്ധിക്കാതെ പോകും. പക്ഷേ OTTയിൽ ഇറങ്ങുമ്പോഴായിരിക്കും ഇത് തമ്മിലൊരു ക്ലാഷ് ഉണ്ടാകുന്നത് അഭിനയത്തിന്റെ പേരിൽ. അത് കൂടുതലും മലയാളികൾ തന്നെയായിരിക്കും അപ്രിഷ്യേറ്റ് ചെയ്യുകയും പിന്നെ കുറച്ച് സിനിമയെക്കുറിച്ച് അറിയാവുന്നവരും സൂക്ഷ്മമായി ചിന്തിക്കുന്നവരും സൂക്ഷ്മമായി കാണുന്നവരുമൊക്കെ അതിനെക്കുറിച്ച് പറയുമെങ്കിലും ആധികാരികമായി അവർ തന്നെയായിരിക്കും ക്രെഡിറ്റ് കൊണ്ടുപോകുന്നത്. ഇതിനെക്കുറിച്ചൊന്നും പറയാതിരിക്കുന്നതാണ് നല്ലത്. കാരണം വായിൽ തെറി മാത്രമാണ് വരുന്നത്. നല്ല മികച്ച ഒരു തീരുമാനം മലയാള സിനിമ എന്ന സുമ്മാവ അതേ ചുമ്മാതെയാണ്, അങ്ങനെയാണ് നോർത്തിൽ പറയുന്നത്. ഇനിയിപ്പോൾ അതൊന്നുകൂടി അവന്മാർ ഉറപ്പിക്കും.
ഈ ഒരു അവസരത്തിൽ പല മൂവി അനലിസ്റ്റുകളും സോഷ്യൽ മീഡിയയിലുള്ള ഫേമസ് ആൾക്കാരും ഒക്കെ പറഞ്ഞുകൊണ്ട് എത്തുന്നത് ഇതാണ്. കാരണം മൂന്നാം ചിത്രത്തിന്റെ തിരക്കഥ പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഹിന്ദി പതിപ്പിന് വ്യത്യസ്തമായ ഒരു കഥ ഉണ്ടാകുമെന്ന് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. പക്ഷേ അതല്ല ശരി. ഹിന്ദി സിനിമയും എന്റെ കഥയെ അടിസ്ഥാനമാക്കിയുള്ളതായിരിക്കും. ഞാൻ എന്റെ തിരക്കഥ പൂർത്തിയാക്കി കഴിഞ്ഞാൽ അത് ഹിന്ദി ടീമുമായി പങ്കിടും. തുടർന്ന് അവർ അത് അവരുടെ സാഹചര്യത്തിന് അനുയോജ്യമായ രീതിയിൽ പൊരുത്തപ്പെടുത്തുകയും അനുയോജ്യമായ സാംസ്കാരിക മാറ്റങ്ങൾ വരുത്തുകയും ചെയ്യും. ജിത്തു ജോസഫിന്റെ ഈ വാക്കുകളാണ് ഇപ്പോൾ പ്രേക്ഷകരെ ഇങ്ങനെയൊക്കെ പറയാൻ പ്രേരിപ്പിച്ചിരിക്കുന്നത്. ഒരേ സമയം റിലീസ് വന്നാലും ഗുണമെല്ലാം അവർക്ക് തന്നെയാണ് ഉണ്ടാകാൻ പോകുന്നത്. മലയാളത്തിന് പ്രത്യേകിച്ച് വലിയ ഗുണമൊന്നും ഉണ്ടാകത്തില്ല എന്നതും എടുത്തു പറയുന്നുണ്ട് പ്രേക്ഷകർ. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഈ ചെയ്തത് ശരിയാണോ?